ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ സമയത്ത് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രയർ ലൈൻ ലീഡ് ചെയ്യുന്ന പ്രിയ സുസമാൻറ്റി, ഞാൻ എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്ന കുടുംബം, അവരെ ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. അതോടൊപ്പം തന്നെ വേൾഡ് ക്രിസ്ത്യൻ പ്രയർ ലൈനിൻ്റെ നടത്തിക്കൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോൺ ഐസക് അവറുകൾ, ഉമ്മൻ വർഗീസ് അവറുകൾ, അതുപോലെ തന്നെ ഇവാഞ്ചലിസ്റ്റ് ജെയിംസ് എം പാപ്പി, അതോടൊപ്പം തന്നെ ഞാൻ എന്നെ സ്നേഹിക്കുകയും ആഗ്രയിൽ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ രാജീവ് ജോസ് ആഗ്ര, അതേപോലെ തന്നെ ഇച്ചിരി മുമ്പേ അല്പസമയം ദൈവവചനത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിച്ച പ്രിയ കർത്താവിൻ്റെ ദാസൻ ദുബൈയിൽ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ ഇരിക്കുമ്പോൾ തന്നെ വിദേശ രാജ്യങ്ങളിലും ലോകമെമ്പാടും ദൈവം എടുത്തുപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, ദൈവം ഈ കാലഘട്ടത്തിൽ ശക്തമായി എടുത്തുപയോഗിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഗ്ലാഡ്സൺ വർഗീസ് അവറുകൾ, ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന ചർച്ച് ഓഫ് ഗോഡ് മിഡിൽ ഈസ്റ്റ് റീജിയൻ്റെ അസിസ്റ്റന്റ് സൂപ്രണ്ടായി അദ്ദേഹം വർക്ക് ചെയ്യുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ഏറ്റവും ഉപയോഗിക്കുന്ന ഒരു ദൈവദാസനാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രിയ പിതാവ് വർഗീസ് പാസ്റ്റർ നീണ്ട വർഷം കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ നാട്ടിലായിരുന്ന ഒരു ദൈവത്തിൻ്റെ ദാസനുമാണ്. ദൈവം ധാരാളമായി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദിയെ രേഖപ്പെടുത്തുന്നു. വിശേഷിച്ച് ഡോക്ടർ ഫേബ ജോയൽ കാനഡയിൽ ആയിരിക്കുന്നു എന്ന് കേട്ടതിൽ വളരെ സന്തോഷം. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തൻ്റെ പ്രവർത്തന മേഖലകളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് ജോമോൻ ചെറിയാൻ. എൻ്റെ നാട് പത്തനംതിട്ട ജില്ലയിൽ ചിറ്റാറ് എന്ന് പറയുന്നതായ സ്ഥലമാണ്. ശബരിമലയ്ക്കടുത്ത് ചിറ്റാറ് എന്ന് പറയുന്നതായ മേഖലയാണ്. എൻ്റെ ജനനത്തിനു മുൻപ് തന്നെ ഏകദേശം വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പിതാവ് കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ പലയിടങ്ങളിലും, കേരളത്തിൻ്റെ പലയിടങ്ങളിലും കടന്നു പോകുവാൻ ദൈവം ഇടയാക്കി തീർത്തു. അങ്ങനെ താൻ വയനാട് മുതൽ ഇങ്ങിപ്പുറം വന്നിട്ട് കൊല്ലം ജില്ലയിലെ പുനലൂർ വരെ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കാൻ ഇടയായി. ഞാൻ ഒരു പാസ്നേജിലാണ് ജനിച്ച് വളരുന്നത്. ജനിച്ചത് നിലമ്പൂരിനടുത്ത് പാത്തിപ്പാറ എന്ന് പറയുന്ന സഭയിലാണ്. ആ സഭയുടെ പാസ്നേജിലാണ് ഞാൻ ജനിച്ചത്. പാസ്നേജിൽ ജനിച്ച് 3 വയസ്സെത്തിയപ്പോൾ ഞാൻ പോളിയോ ബാധിതനായി മാറ്റപ്പെട്ടു. എൻ്റെ ശരീരത്തിലെ കാലുകൾ സൂക്ഷിച്ചു, കൈകൾ സൂക്ഷിച്ചു. എൻ്റെ താടിയല് ഒരു സൈഡിലേക്ക് വളഞ്ഞു പോകുന്ന അനുഭവമുണ്ടായി. അങ്ങനെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നിടം വരെ എൻ്റെ വായിൽ കൂടെ ഫ്ലൂയിഡ് വരികയും അങ്ങനെ ഒരു മന്ദബുദ്ധിയെ പോലെ കഴിയുന്ന ഒരനുഭവമായിരുന്നു. 7ാം ക്ലാസ്സിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് പുനലൂർ സെൻഗ്രേറ്റ് സ്കൂളിലാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. പഠിക്കുന്ന സമയത്ത് എൻ്റെ പിതാവ് സ്കൂളിലെ ടീച്ചർ, എൻ്റെ ക്ലാസ് ടീച്ചർ ജാനറ്റ് എന്ന് പറയുന്ന ടീച്ചർ വിളിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു. അവരൊരു സിസ്റ്ററായിരുന്നു. അവർ വിളിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, ഡിസേബിളായ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നിടത്ത് ഇവനെ വിട്ട് പഠിപ്പിക്കുന്നതാണ് നല്ലത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൂടി ഇരുത്തി പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. അവൻ്റെ ഫ്ലൂയിഡ് മറ്റു കുഞ്ഞുങ്ങളുടെ ദേഹത്തൊക്കെ വീഴുന്നുണ്ട്. അതുകൊണ്ട് ഇവനെ വിളിച്ചുകൊണ്ട് പോകുന്നതാണ് നല്ലതെന്ന് പറയാനിടയായി. എൻ്റെ പിതാവ് 7 ദിവസം ഉപവാസത്തോടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം 7ാമത്തെ ദിവസം എന്നെ അത്ഭുതകരമായി വിടിവിപ്പാനിടയായി തീർന്നു. എൻ്റെ ബുദ്ധിമണ്ഡലത്തിൽ ഉണ്ടായിരുന്ന പ്രോബ്ലങ്ങളെ എല്ലാം ദൈവം തമ്പുരാൻ മാറ്റി. അങ്ങനെ ഞാൻ പഠിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം ചെയ്തു. 7ാം ക്ലാസ് വരെ നിങ്ങളെല്ലാവരും തമാശായ നിലവാരത്തിൽ പറയുന്ന മുട്ട വാങ്ങിച്ചുകൊണ്ടിരുന്നവൻ പെട്ടെന്ന് തന്നെ പഠനത്തിൽ ഉയർന്നു വരാൻ ദൈവം ഭാഗ്യം ചെയ്തു. അങ്ങനെ പഠിച്ച് +2 വിദ്യാഭ്യാസത്തിലേക്ക് വന്ന സമയങ്ങളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹമായിരുന്നു ഇന്ത്യൻ ആർമിയിൽ കടന്നു പോകണം. എൻ്റെ ബോഡിയൊക്കെ നല്ല ലെവലിൽ കട്ടയായ ബോഡിയും
നല്ല ആരോഗ്യവുമുള്ളവനായി ഞാൻ വളർന്നു വരുവാനിടയായി. അങ്ങനെ ഇരിക്കുമ്പോൾ പ്ലസ് ടു വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാരായിട്ടുള്ളവർ പുനലൂരിലുള്ള കോട്ടവട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ളതായ 2 നായേഴ്സ് ഫാമിലിയിൽപ്പെട്ട 2 കുഞ്ഞുങ്ങൾ എൻ്റെ കൂട്ടുകാരായിരുന്നു. അവരെന്നോട് ഇപ്രകാരം പറഞ്ഞു, ഏത് കുഴിയിലും ഒരുമിച്ച് ചാടുന്ന, എന്ത് വിഷയങ്ങൾക്കും ഒരുമിച്ച് ഇറങ്ങിത്തിരിക്കുന്ന 2 നായേഴ്സ് കുഞ്ഞുങ്ങൾ, അവരോട് ഒരുമിച്ച് എനിക്കും കൂട്ടായി പഠിക്കുവാൻ ഞങ്ങൾ ഒരുമിച്ച് കടന്നു പോകുന്ന അനുഭവങ്ങളായിരുന്നു. അങ്ങനെ കടന്നു പോകുന്ന സമയത്ത് അവരെന്നോട് പറഞ്ഞു, ഡാ നമുക്കൊരുമിച്ച് എയർഫോഴ്സിൽ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്, നമുക്ക് പോകാം എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ചെറുപ്പത്തിൽ പോളിയോ വന്നതാണ്. പോളിയോ വന്ന് അവരുടെ മെഡിക്കൽ ടെസ്റ്റിന് വരുമ്പോൾ ഞാൻ ഫെയിലായി പോകുമെന്ന് ഞാൻ പറയാനിടയായി തീർന്നു. അവരെന്നോട് പറഞ്ഞു, ജോമോനെ കിട്ടിയാ കിട്ടി, കിട്ടിയില്ല, നമുക്കൊരുമിച്ച് പോകാമെന്ന് പറയാനിടയായി തീർന്നു. ഞങ്ങൾ ഒരുമിച്ച് കടന്നുപോയി. എറണാകുളം നേവൽ ബേസിൽ പോയി. നേവൽ ബേസിൽ പോയിട്ട് എൻ്റെ പിതാവിനോടോ എൻ്റെ മാതാവിനോടോ ആരോടും പറയാതെ ഞാൻ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് എൻ്റെ പിതാവ് എന്നെ കൊണ്ടുവന്ന് SN കോളേജിൽ BAക്ക് കൊണ്ട് ചേർത്ത് കഴിഞ്ഞ് ആദ്യത്തെ സ്റ്റെപ്പിൽ എനിക്ക് റാഗിങ് നടന്നു. റാഗിങ്ങിൽ ഇനി ഞാൻ കോളേജിൽ പോകില്ല എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു. എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞു, നീ ബൈബിൾ കോളേജിൽ പഠിക്കുവാനായി കടന്നു പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പാസനേജിലെ രുചിയും മണവും ഗുണവും എല്ലാം മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ്. ഇനിയും പാസനേജിൽ ഒരു ജീവിക്കാൻ എന്നെ വിളിക്കല്ല്, ഞാൻ അതിനുവേണ്ടി താല്പര്യമില്ല എന്ന് പറഞ്ഞ് എൻ്റെ പിതാവുമായിട്ട് പിണങ്ങി അങ്ങനെ കോളേജ് വിദ്യാഭ്യാസം നിർത്തി വീട്ടിലിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ പോകാനിടയായിത്തീരുന്നത്. അങ്ങനെ ഞാൻ കടന്നുപോയി. എനിക്ക് മാത്രം റിസൾട്ട് ഇല്ല. 2 പേർക്കും റിസൾട്ട് കിട്ടി. അവരെ 2 പേരെയും സെലക്ട് ആക്കി. എയർഫോഴ്സിൽ അവർക്ക് കിട്ടേണ്ട പേപ്പറുകളെല്ലാം കിട്ടി. വാറണ്ട് പേപ്പറുകളും വാങ്ങിക്കൊണ്ടാണ് അവർ കടന്നു വരുന്നത്. എനിക്ക് മാത്രം വാറണ്ട് ഇല്ല. ഞാൻ വീട്ടിൽ വന്നു. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ചെറിയ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നത് പോലത്തെ ഒരു കുസൃതി എനിക്കും ഉണ്ടായിരുന്നു. എന്താണ് കുസൃതി എന്ന് ചോദിച്ചാൽ, DYFIയിലും SFIയിലും ഒക്കെ അല്പം പ്രവർത്തിക്കുന്ന ഒരു സ്വഭാവമൊക്കെ എനിക്കും ഉണ്ടായിരുന്നു. ആരും അറിയാതെ ഇതിനകത്തൊക്കെ പ്രവർത്തിക്കുമായിരുന്നു. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയം എൻ്റെ പിതാവ് നോക്കുമ്പോൾ ഞാനൊരു പാസ്റ്ററുടെ മകനായതുകൊണ്ട് ആ രീതിയിൽ ആരെ അറിയിക്കാതെ ഇങ്ങനെ ജീവിക്കുന്ന ഒരു ചുറ്റുപാട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം പോസ്റ്റ്മാൻ കൊണ്ടുവന്ന്, ഞാൻ അവിടെ ഇല്ല, ഞാൻ കോളേജിൽ പോകുന്നില്ല, 3 മാസമായിട്ട് ഒരിടത്തും പോകുന്നില്ല, പഠനത്തിന് വേണ്ടി ഒന്നും ശ്രമിക്കുന്നില്ല, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നു. എൻ്റെ പിതാവിന് വളരെ സങ്കടമായിട്ടിരിക്കുക. കോട്ടവട്ടം പാസനേജിൻ്റെ ആ സിറ്റ് ഔട്ടിൽ താൻ ഇരിക്കുന്ന സമയത്ത് പോസ്റ്റ്മാൻ കൊണ്ടുവന്നൊരു ലെറ്റർ കൊണ്ടുവന്ന് എൻ്റെ പിതാവിൻ്റെ കയ്യിൽ കൊടുത്തു. അദ്ദേഹം വലിയ വിദ്യാഭ്യാസമൊന്നുമുള്ള ആളല്ല, പഴയ 4ാം ക്ലാസ്സുകാരനാണ്. അദ്ദേഹത്തിന് ആ ഇംഗ്ലീഷ് വെച്ച് വായിച്ചു നോക്കിയപ്പോൾ ഒറ്റ ഇംഗ്ലീഷ് മാത്രം തനിക്ക് കിട്ടി. വാറണ്ടെന്നുള്ളതായ ഒരു ഭാഗം മാത്രം തനിക്ക് മനസ്സിലാക്കാനിടയായി. അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ എവിടെയോ പോയി എന്തോ കേസുണ്ടാക്കി, ആരോ പോലീസുകാർ എനിക്കെതിരായിട്ട് എന്തോ കോടതിയിൽ നിന്ന് വാറണ്ട് കൊണ്ടുവന്ന് അങ്ങനെ പോസ്റ്റ്മാൻ കൊണ്ടുവന്നിരിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കി എൻ്റെ പിതാവ് എന്നോട് വന്നു പറഞ്ഞു. ഞാൻ വൈകുന്നേരം അവിടെ ഇവിടെയൊക്കെ പോയിട്ട് അലഞ്ഞു തിരിഞ്ഞ് വൈകുന്നേരമായപ്പോൾ വീട്ടിൽ വന്നു. വീട്ടിൽ ഒരു 4 മണിയായപ്പോൾ വീട്ടിൽ കയറി വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞു, ഇവിടെ നിന്ന് സ്ഥലം വിട്ടോളാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താണ് വിഷയം? വിഷയം ഇത്രയേ ഉള്ളൂ, നീ എവിടെങ്കിലും പോയി വല്ല കേസിനകത്തും അകപ്പെട്ടിട്ടുണ്ടോ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഞാനൊരു കേസിനും പോയിട്ടില്ല. ഒരിടത്തും പോയിട്ടില്ലയോ? ഒരിടത്തും പോയിട്ടില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, പോസ്റ്റ്മാൻ കൊണ്ടുവന്നൊരു പേപ്പർ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്, നേരെ ചിറ്റാറിന് വിട്ടോ എന്നോട് പറയാനിടയായിത്തീർന്നു. പാസനേജിൽ വന്ന് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് എനിക്ക് കുറച്ചിലാണെന്ന് എന്നോട് പറയാനിടയായി. ഞാൻ ഉടനെ ഇപ്രകാരം പറഞ്ഞു, പപ്പ എന്താ പേപ്പർ വന്നതെന്ന് എന്നെ ഒന്ന് കാണിക്കുമോ എന്ന് ഞാൻ ചോദിപ്പാനിടയായിത്തീർന്നു. അപ്പോൾ പപ്പ എന്നെ ആ പേപ്പർ കാണിച്ചത് എന്തുവാന്ന് ചോദിച്ചാൽ, മിനിസ്റ്റർ ഓഫ് ഡിഫൻസിൻ്റെ റെയിൽവേ വാറണ്ടാണ് അത് വന്നത്. എൻ്റെ പിതാവിന് അത് വായിക്കാൻ അറിയാൻ വയ്യ. വാറണ്ടെന്ന് മാത്രം ഉള്ളത് വായിച്ചു.
ഏതോ വലിയ കേസിൽ ഞാൻ അകപ്പെട്ട് അവിടെ നിന്നും കിട്ടിയതായ അതാണ് കോടതിയിൽ നിന്നും വന്ന വാറണ്ട് ആണെന്നാണ് താൻ വിചാരിച്ചിരുന്നത്. എന്നാൽ എനിക്ക് NDA അതുപോലെ തന്നെ ബാംഗ്ലൂരിലുള്ളതായ എഞ്ചിനീയറിംഗ് ഡിഫൻസിൻ്റെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ NDAയുടെ സെഷനിലേക്ക് എനിക്ക് പഠിക്കാനായി സെലക്ഷൻ കിട്ടിയിരിക്കുന്ന ലെക്ചറാണ് എനിക്ക് വന്നത്. ഞാനിവരും 3 പേരും ഒരുമിച്ച് ഞങ്ങൾ പോവുകയാണ്. പോകുമ്പോൾ അന്ന് ഞാൻ കടന്നു പോകുന്ന അവസ്ഥയെന്ന് പറയുന്നത് ഐലൻഡ് എക്സ്പ്രസ്സിന് ചെങ്ങന്നൂരിൽ നിന്ന് എന്നെ കയറ്റിവിടുമ്പോൾ കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്ന എൻ്റെ പിതാവിനെയാണ് ഞാൻ കാണുന്നത്. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ണ് നിറഞ്ഞ് വീട്ടിലേക്ക് നടന്നു പോകുന്ന എൻ്റെ പിതാവിനെയാണ് ഞാൻ കാണുന്നത്. ഞാൻ അങ്ങനെ കടന്നുപോയി. ബാംഗ്ലൂരിൽ നിന്ന് നേരെ ഞാൻ 3 മാസം കഴിഞ്ഞപ്പോൾ കോളേജ് ഓഫ് മിലിറ്ററി എഞ്ചിനീയറിംഗ് പൂനെയിൽ EEE എഞ്ചിനീയറിങ്ങിനായിട്ട് എനിക്ക് പഠിക്കാനായി സാവകാശമുണ്ടായി. അങ്ങനെ ഞാൻ പൂനെയിലേക്ക് പോകാൻ ദൈവം എനിക്ക് ഭാഗ്യം ചെയ്തു. പൂനെയിൽ ചെന്നു, പഠനത്തിൽ ആരംഭിച്ചു. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഞാൻ വലിയ ആളെന്നുള്ള വിചാരത്തിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നെ ആർക്കും ചോദ്യം ചെയ്യാനില്ല, ഞാനെല്ലാം തികഞ്ഞവനാണെന്നുള്ളതായ നിലവാരത്തോടെ ഏതാണ്ട് വലിയ സംഭവമാണ്, കെമിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന ആ ടൈമിൽ എനിക്ക് DDRCയിലേക്ക് ജോബ് കിട്ടി. DDRC മിസൈൽ കൺട്രോളിംഗ് സിസ്റ്റത്തിൽ എനിക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിലേക്ക് ഞാൻ വരുന്നില്ല. വീട്ടിലാർക്കും എന്നെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. ഞാൻ ആർമിയിലാണെന്ന് മാത്രം അറിയാം, മറ്റു അറിവുകളൊന്നും ആർക്കുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ദിവസം ഒരു കർത്താവിൻ്റെ ദാസൻ എൻ്റെ റൂമിലേക്ക് വന്നു. റൂമിൽ വരാനുണ്ടായ കാരണം CMEയില് കത്തോലിക്കര്, യാക്കോബക്കാര്, ഓർത്തഡോക്സുകാര്, മർത്തോമക്കാര് ഇവർക്കെല്ലാവർക്കും അവിടെ ഓരോ മണിക്കൂർ വെച്ച് ടൈമുണ്ട് അവരുടെ മീറ്റിംഗ് നടത്താൻ. ആ മീറ്റിംഗ് നടത്താനായിട്ട് അവർക്ക് ടൈമുണ്ട്, പക്ഷെ പെന്തക്കോസ്തുകാർക്ക് മാത്രം ടൈമില്ല. അവിടെ ആരെങ്കിലും ഉള്ളവരുണ്ടെങ്കിൽ പെറോൾ നമ്പർ കൊടുത്തെങ്കിലേ അതിനകത്ത് അവർക്ക് കിട്ടത്തുള്ളൂ എന്ന് വെച്ചുകൊണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഇപ്രകാരം പറഞ്ഞു, തരാം എന്ന് പറഞ്ഞു. എന്നാൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, ജോമോനെ ഒരു കാര്യം ചെയ്യുമോ, ആരാധനയ്ക്ക് വരാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ആരാധനയ്ക്കൊന്നും വരില്ല, ഇനി ഒരു കാര്യത്തിനും എന്നെ അങ്ങനെയൊന്നും വിളിക്കല്ലേ, ഇവിടെ വന്ന് പ്രാർത്ഥന നടത്തിക്കൊണ്ട് പൊക്കോ എന്ന് പറയാനിടയായി തീർന്നു. എന്നാൽ ആ കർത്താവിൻ്റെ ദാസൻ വളരെ ഭാരപ്പെട്ട് താൻ ഇറങ്ങിപ്പോയി. പിറ്റേ ആഴ്ച അതേ ടൈമിൽ താൻ വന്നു കഴിഞ്ഞ് അന്നത്തെ കാലത്തെ CD100 SS എന്ന് പറയുന്ന ഒരു ഹീറോ ഹോണ്ടയുടെ ബൈക്കിൽ അദ്ദേഹം വരികയാണ്. വരുന്ന സമയത്ത് എന്നെയും കൂട്ടിക്കൊണ്ട് ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞ്, ഇങ്ങനെ ആ തൊല്ല ഒഴിഞ്ഞു പോകുന്നെങ്കിൽ ഞാൻ ആ പുറകിൽ പോയി ഇരുന്ന് അങ്ങനെ അങ്ങ് പോകുന്ന ഈ പൊക്കോട്ടെന്നുള്ള വിചാരത്തിൽ ആ ബൈക്കിൽ കയറിയിരുന്ന് അന്ന് പോകുന്ന സമയത്ത് ഭാര്യാവരം യോനാച്ചാൻ്റെ അനിയൻ കുഞ്ഞുവച്ചായൻ ആ മീറ്റിങ്ങിൽ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന പൂനെയിൽ നടക്കുകയാണ്. ആ മീറ്റിങ്ങിൽ കടന്നു വന്നിരുന്നു. ഞാൻ പുറകിൽ പോയിരിക്കുന്ന സമയത്ത് ആത്മാവിൽ നിറഞ്ഞിട്ട് കർത്താവിൻ്റെ ദാസൻ എൻ്റെ അടുത്ത് കൈ ചൂണ്ടിക്കൊണ്ട് എന്നോട് ഇപ്രകാരം പറഞ്ഞു, ഇന്നേക്ക് 7 ദിവസത്തിനുള്ളിൽ നീ മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നില്ലെങ്കിൽ ഞാൻ നിന്നെ കീറിക്കളയും, വിടിവിപ്പാൻ ആരും ഉണ്ടായിരിക്കുകയില്ല. ഞാൻ ആ ദൂത് കേട്ട് കഴിഞ്ഞ്, പാസ്റ്ററുടെ മകനാണല്ലോ, എല്ലാവർക്കും നല്ലപോലെ അറിയാം, പാസ്റ്ററുടെ മക്കൾക്ക് എല്ലാ കാര്യത്തിലും പ്രിപ്പയറാ. അതുകൊണ്ട് ഞാൻ കുനിഞ്ഞിരുന്നു കൊടുത്തു. എന്നോടുള്ള ദൂതല്ല, പുറകിൽ പോയി തട്ടിക്കൊള്ളും എന്നുള്ള വിചാരത്തിൽ ഞാൻ കുനിഞ്ഞിരുന്നു. പക്ഷെങ്കിൽ കുനിഞ്ഞിരുന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അത് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി നേരെ കൊണ്ടുവന്ന് എൻ്റെ തലയെ കൊണ്ട് കൈവച്ചിട്ട് എന്നോട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ നിന്നോട് തന്നെയാ ദൂത് പറഞ്ഞത്, നീ കുനിഞ്ഞിരിക്കുക അല്ലേ. അന്നേരപ്പത്തെ ആ മിലിറ്ററിക്കാരൻ്റെ സ്റ്റൈൽ അനുസരിച്ച് പെട്ടെന്ന് പ്രതികരിക്കാൻ എൻ്റെ നാവ് എടുക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ നാവ് എടുക്കാൻ പറ്റുന്നില്ല. എന്നാൽ എണ്ണിച്ചങ്ങ് പോയേക്കാമെന്ന് വിചാരിച്ച് എണ്ണിക്കാൻ നോക്കിയപ്പോൾ എനിക്ക് എണ്ണിക്കാനും വയ്യ. കാലും കൈയും ആരോ ബന്ധിച്ചു വച്ചേക്കുന്നത് പോലത്തെ അനുഭവം എനിക്കുണ്ടായി. ആ സമയത്ത് ഞാൻ അന്ന് അവിടെ ഇരുന്ന് ആ പ്രാർത്ഥന കഴിയുന്നിടം വരെ അനങ്ങാൻ വയ്യാത്ത അനുഭവത്തിൽ ഞാൻ അവിടെ ഇരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നേരെ ഞാൻ റൂമിൽ വന്ന് അന്ന് രാത്രി ഉറങ്ങാൻ കിടന്നു. എനിക്ക് ഉറക്കം വന്നില്ല. അങ്ങനെ ദൈവം ആ രാത്രിയിൽ ഞാൻ എൻ്റെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാൻ
ദൈവം ഒരു മാർഗം എൻ്റെ ജീവിതത്തിൽ ഒരുക്കുന്ന ഒരു ഘടകമുണ്ടായി. ഞാൻ 7 ദിവസം കഴിഞ്ഞ് DDRCയിൽ നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കും, 2003 പൂനായിൽ CMEക്കകത്ത് ഒരു പൊട്ടിത്തെറി ഉണ്ടായത്. അന്നത്തെ മനോരമ പത്രത്തിലൊക്കെ നിങ്ങളൊക്കെ വായിച്ചവരാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. ആ സമയത്ത് ഞങ്ങൾ മിസൈലിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ ലാബിലുണ്ട്. അതിനകത്ത് 600 വാട്ട്സ് കറണ്ട് കയറ്റി വിട്ടു. ലാബിനകത്ത് നിൽക്കുകയാണ്. കറണ്ട് കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിചാരിതമെന്ന വണ്ണം സ്പാർക്കിംഗ് ഉണ്ടായി. അത് പൊട്ടിത്തെറിക്കുമ്പോൾ ഞാൻ 100 മീറ്റർ തെറിച്ചു പോകുന്നതായിട്ടാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. എൻ്റെ കൂടെയുള്ള 7 പേർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ബിൽഡിങ് പൊട്ടി താഴോട്ടിരുന്നു പോയി. 3 പേര് രക്ഷപ്പെട്ടു. എല്ലാം കഴിഞ്ഞു. ഞാൻ നോക്കുമ്പോൾ നാഗാലാൻഡ് മിലിറ്ററി ഹോസ്പിറ്റലിലാണ് ഞാൻ കിടക്കുന്നത്. എനിക്ക് അത്രേ അറിവേ ഉള്ളൂ. ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ എൻ്റെ അപ്പുറവും ഇപ്പുറവും എല്ലാം നാഗന്മാർ മാത്രം കിടക്കുന്നു. ആ നാഗന്മാർ കിടക്കുന്നത് കണ്ടുകൊണ്ട് ഞാൻ ഇങ്ങനെ നോക്കി. 7 ദിവസം കഴിഞ്ഞാണ് എനിക്ക് ബോധം വീഴുന്നത്. ആ ബോധം വീണ് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നോക്കാനിടയായി തീർന്നപ്പോൾ അതുവരെ രക്ഷിക്കപ്പെടാത്ത, അതുവരെ സ്നാനപ്പെടാത്ത എന്നോട് ആ കേണലായി ജോലി ചെയ്യുന്ന ആ മെഡിക്കൽ ICUവിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിരിക്കുന്ന ഏലിയാമ്മ തോമസ് എന്ന് പറയുന്നതായ പ്രിയപ്പെട്ടവൾ എന്നോട് അന്ന് രാത്രി സുവിശേഷം പറഞ്ഞു. ഞാൻ മാനസാന്തരപ്പെട്ടു, ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നു. ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ആ രാത്രിയിൽ ഇപ്രകാരം പറഞ്ഞു, ഇനി മുതൽ ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയായിരിക്കുമെന്ന് ഒരു തീരുമാനമെടുക്കുവാനും ഇടയായി. എന്നോട് ഇപ്രകാരം പറഞ്ഞു, എത്ര നാൾ ജീവിച്ചിരിക്കുമെന്ന് അറിയത്തില്ല. കാരണം ജോമോൻ്റെ ബോഡി മുഴുവനും റേഡിയേഷൻ അടിച്ചിട്ടുണ്ട്, യുറേനിയത്തിൻ്റെതായ പ്രോബ്ലങ്ങളുണ്ട്. അന്ന് മുതൽ ഞാൻ 3 വാരിയെല്ലുകൾ ഒടിഞ്ഞുപോയി, കാലിൻ്റെ ചിരട്ട പൊട്ടിപ്പോയി, എൻ്റെ ഒരു കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ഇത്രയുമായപ്പോൾ ഞാനിങ്ങനെ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്നോർത്ത് ദൈവസന്നിധിയിൽ വെച്ച് കരയാൻ ആരംഭിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ എന്നോട് ആ പുള്ളിക്കാരി തന്നെ എന്നോട് പറഞ്ഞു, അധികം കാലമുണ്ടെന്ന് തോന്നുന്നില്ല, ഇനി ജീവിക്കുന്ന കാലം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ തയ്യാറാണോ എന്നോട് ചോദിക്കാനിടയായി. ശരീരം മുഴുവനും റേഡിയേഷനായി, ഒരു എല്ലും കഷ്ണം നടന്നു വരുന്നത് പോലെ അത്രമാത്രം ഞാൻ അങ്ങ് സൂക്ഷിച്ചു പോകാനിടയായി തീർന്നു. അപ്പോൾ കർത്താവിൻ്റെ ദാസൻ വർഷങ്ങൾക്ക് മുമ്പേ, ഞാൻ പറഞ്ഞല്ലോ 7 ദിവസത്തിന് മുമ്പേ എന്നോട് പറഞ്ഞതായ ദൂത് ഇപ്രകാരമാണ്: പ്രതികൂലങ്ങൾ നിന്റെ ജീവിതത്തിന് നേരെ ഉണ്ട്. പ്രതികൂലങ്ങളെ തരണം ചെയ്യാനുള്ള ദൈവികമായ ബലം നീ ഏറ്റെടുക്കണമെന്ന് ദൈവത്തിൻ്റെ ദാസനോട് പറയാനിടയായി തീർന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്നും നേരെ നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്ന അമൃതയിലും കോസ്മോസിലും ഒക്കെ ചികിത്സകൾ ആരംഭിച്ചു. എൻ്റെ ബ്ലഡുകൾ പലതും മാറ്റാനിടയായി. അങ്ങനെ കാര്യങ്ങളൊക്കെ മാറി. ശരീരം ക്ഷീണിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായി. ഓരോ ദിവസവും ക്ഷീണിച്ച് മാറുന്ന അനുഭവങ്ങളായിരുന്നു ശരീരത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ദൈവം എന്നെ അത്ഭുതകരമായി വിടിവിപ്പാനിടയായി തീർന്നു. മുളക്കഴ ബൈബിൾ കോളേജിൽ വന്ന് പഠിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം ചെയ്തു. BTH എടുത്തു. അത് കഴിഞ്ഞ് MD എടുക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം ചെയ്തു. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഞാൻ പറഞ്ഞല്ലോ, പ്രതികൂലങ്ങളെ ഞാൻ ഒത്തിരി തരണം ചെയ്യേണ്ടതായിട്ട് വന്ന അനുഭവങ്ങൾ. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ PJ ജെയിംസ് സാർ അന്ന് ഞങ്ങളുടെ എഡ്യൂക്കേഷൻ ഡയറക്ടറായിട്ട് മുളക്കട ബൈബിൾ കോളേജിൽ ഇരിക്കുകയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ജോമോനെ, ഇനി നീ വിവാഹത്തിന് വേണ്ടി താല്പര്യപ്പെടണം. ഞാൻ ഇപ്രകാരം പറഞ്ഞു, സാറേ, എനിക്ക് അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോൾ വിവാഹം കഴിക്കരുതെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ല, മറ്റു കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് അതിനുവേണ്ടി ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്നോട് പറയാനിടയായി തീർന്നു. ഉടനെ ജെയിംസ് സാർ എന്നോട് പറഞ്ഞു, ജോമോനെ, ദൈവം നിനക്ക് ഇത്രത്തോളം ആരോഗ്യമൊക്കെ തന്നില്ലയോ, നിനക്ക് കുഞ്ഞുങ്ങളെയൊക്കെ തരാൻ ദൈവത്തിന് കഴിയും, നീ വിവാഹം കഴിക്കണമെന്ന് പറയാനിടയായി. അങ്ങനെ ഞാൻ സിവിൽ എഞ്ചിനീയറായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിപ്പാൻ, ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്ന ഒരു പെൺകുട്ടിയെ വിവാഹം കഴിപ്പാൻ ഇടയായി. ഞങ്ങൾ 2 പേരും ഒരുമിച്ച് നിലമ്പൂര് കൽക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ ഇരിക്കുന്നു. 2 വർഷമായി ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല. 2ാമത്തെ വർഷം രാത്രിയിൽ ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു ദൈവികമായ ശബ്ദം ഞാൻ കേൾക്കുകയാണ്.
നിന്റെ കണ്ണിനിമ്പമായവളെ ഒറ്റയടിയാൽ നിന്നിൽ നിന്ന് ഞാൻ എടുക്കും. ആ ശബ്ദം കേട്ടപ്പോൾ ഞാൻ ആകെ വല്ലാതായി. ഞാൻ ഓടി ചർച്ചിനകത്ത് കയറി പുൾപിറ്റിൻ്റെ അവിടെ ചെന്ന് മുട്ടുമടക്കി ഞാൻ അവിടെ ഇരുന്നിട്ട് ഈ ബൈബിള് തുറന്ന് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 24-ാം അധ്യായം മറിച്ച് മറിച്ച് നോക്കി അതിനകത്തു നീ വാക്യം കണ്ടുപിടിച്ചു. ഞാൻ തിരികെ വന്ന് ഉറങ്ങാൻ കഴിയുന്നില്ല. രാത്രി എഴുന്നേറ്റിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് എൻ്റെ വൈഫ് 6 മാസം ഗർഭിണിയായിട്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. രാവിലെ എഴുന്നേറ്റപ്പോൾ വൈഫ് എന്നോട് പറയുകയാണ്, അച്ചാച്ചാ ഞാനൊരു ദർശനം കണ്ടു, ഒരു ശവപ്പെട്ടി. ആ ശവപ്പെട്ടിക്കകത്ത് ഒരാൾ കിടപ്പുണ്ട്, ആളിൻ്റെ മുഖം എനിക്ക് കാണാൻ കഴിയുന്നില്ല. ഞാൻ പറഞ്ഞു, ദൈവം നീക്കുപോക്ക് തരാനും ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ അവളോട് പറയാനിടയായി. ഞാൻ പറയട്ടെ, വൈകുന്നേരം ഒരു 4 മണിയായപ്പോൾ ശരീരം മുഴുവനും മഞ്ഞളിട്ടാൽ എപ്രകാരം ഇരിക്കുമോ എന്നതുപോലെ തൻ്റെ ശരീരമെല്ലാം മഞ്ഞ നിറമായി മാറി. പെട്ടെന്ന് ഞങ്ങൾ അവിടുന്ന് മൗലാന ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. മൗലാന ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ചികിത്സകൾ ആരംഭിച്ചു. നോക്കിയപ്പോൾ അവർ ഇപ്രകാരം പറഞ്ഞു, ഓട്ടോ ഇമ്മ്യൂണിയ ഹെപ്പറ്റൈറ്റിസ് ആയിരിക്കുമെന്ന് പറയാനിടയായി. അവിടെ നിന്ന് നേരെ ഞങ്ങൾ അമൃതയിലേക്ക് കൊണ്ടുവന്നു. അമൃതയിൽ ചെക്കപ്പ് നടത്തിയപ്പോൾ ഇപ്രകാരം പറയുവാനിടയായി തീർന്നു, ഇത് ലിവർ ക്യാൻസർ ആണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന വകുപ്പല്ല എന്ന് പറയുവാനിടയായി. ആ സമയത്ത് തന്നെ അവളൊരു ആൺകുഞ്ഞിന്, അന്നേരപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 6 മാസം ഗർഭിണിയായിട്ടിരിക്കുന്നു, അവള് ഒരു കുഞ്ഞിനെ ജന്മം നൽകുവാനിടയായി തീർന്നു. ആ കുഞ്ഞിനെ ജന്മം നൽകി 7 ദിവസം കഴിഞ്ഞപ്പോൾ 2010 ജൂൺ മാസം 28-ാം തീയതി താൻ പ്രിയം വെച്ച നാട്ടിലേക്ക് കടന്നുപോയി. ഞാൻ ആ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ കടന്നു വന്നിട്ട് എൻ്റെ മാതാവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ ഇപ്രകാരം പറഞ്ഞു, നമുക്കിവനെ വളർത്തണം, ഇവനെ നമുക്ക് വളർത്തിക്കൊണ്ടുവരണം, എനിക്കൊന്നും കഴിവില്ല. ഞാൻ ഇപ്രകാരം പറഞ്ഞു, അവളെ ചികിത്സിച്ചതിൽ ഒത്തിരി നഷ്ടങ്ങൾ നമുക്കുണ്ട്, കടങ്ങളുമുണ്ട്, നമുക്കിവനെ വളർത്തണം. ഞാൻ എൻ്റെ മാതാവിനോട് ഞാൻ പറഞ്ഞു, ഇനി ശുശ്രൂഷയ്ക്ക് ഞാനില്ല, ഒരിടത്തോട്ടും ഞാൻ വരുന്നില്ല, എൻ്റെ ഭവനം വിട്ട് ഞാൻ വെളിയിൽ ഇറങ്ങില്ല. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ എൻ്റെ കയ്യിലെടുത്ത് വെച്ച് ഞാൻ ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസനെയും കുഞ്ഞപ്പി പാസ്റ്റർ അന്ന് ഓവർസറായിട്ട് കയറിയതേ ഉള്ളൂ. അദ്ദേഹം എൻ്റെ അടുത്ത് എൻ്റെ കുഞ്ഞിനെ കാണാനായിട്ട് എൻ്റെ കുഞ്ഞപ്പി പാസ്റ്ററും അമ്മാമ്മയും കൂടെ നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വരുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയുന്നില്ല. അവർ രണ്ടുപേരും കൂടെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് കുഞ്ഞിനെ എടുത്തു. അമ്മാമ്മ നോക്കി എല്ലാം കഴിഞ്ഞ് വെച്ച് എന്നോട് പറഞ്ഞു, ജോമോനെ പെട്ടിയെല്ലാം എടുത്ത് വണ്ടിക്കകത്ത് വെക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഞാൻ വണ്ടിക്കകത്ത് പെട്ടിയൊന്നും വെക്കില്ല. എന്നോട് ചോദിച്ചാൽ എന്നാ? ഞാൻ പറഞ്ഞു, ഞാൻ ഇനി എങ്ങോട്ടും ഇല്ല. അല്ല, നിനക്കൊരു ശുശ്രൂഷയുണ്ട്. ഞാൻ പറഞ്ഞു, ഒരു ശുശ്രൂഷയ്ക്കും ഞാനില്ല, ഇനി ഒരിടത്തോട്ടും ഞാൻ വരുന്നില്ല. ആരെന്നെ വിളിച്ചാലും വിളിച്ചില്ലേലും ഞാൻ എൻ്റെ വീട് വിട്ട് വെളിയിൽ ഇറങ്ങില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിക്കാനായിപ്പോയി, പഠിക്കാൻ എനിക്ക് പറ്റിയില്ല. പഠിച്ചു, കാര്യങ്ങളൊക്കെ ശരിയാ, എനിക്ക് പോസ്റ്റുകളെല്ലാം കിട്ടി. പക്ഷേ ദൈവം തമ്പുരാൻ എന്നെ അവിടെ നിർത്തിയില്ല. കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ ഞാൻ ഇറങ്ങി. പക്ഷേ എനിക്ക് തലമുറകളെ തന്നു, എൻ്റെ കുഞ്ഞിനെ മാത്രമേ എനിക്ക് തന്നുള്ളൂ, എൻ്റെ വൈഫിനെ എനിക്ക് തന്നില്ല. ഞാൻ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞു, ഞാൻ ഈ കുഞ്ഞിനെ വളർത്തും, അതുകൊണ്ട് ഇനി ഞാൻ ഒരിടത്തോട്ടും വരുന്നില്ല. അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവന് പ്രാർത്ഥിച്ചിറങ്ങാൻ നേരം എൻ്റെ പെട്ടിയെല്ലാം കൂടെ എടുത്ത് വണ്ടിക്കകത്ത് വെച്ചിട്ട് എന്നോട് പറഞ്ഞു, നീ വാടാ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക എന്ന് പറഞ്ഞ് എന്നെയും കൊണ്ട് പോകുവാനിടയായി. അന്ന് 2 വർഷത്തോളം മുളക്കഴയായിരിക്കാൻ ദൈവം എനിക്കിടയാക്കി തീർത്തു. അന്ന് ദൈവത്തോടൊരു തീരുമാനമെടുത്ത്, കർത്താവ് ഇനി ദശാംശം വാങ്ങിക്കുന്നവനായിട്ടല്ല, ദശാംശം കൊടുത്ത് കർത്താവിൻ്റെ വേല ചെയ്യാൻ നീ എന്നെ ഇടയാക്കി തീർക്കണേ എന്ന് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കാൻ ഇടയായി. അങ്ങനെ ഞാൻ സൗദി അറേബ്യയിലേക്ക് കടന്നു പോകാൻ ദൈവം എനിക്കൊരു ഭാഗ്യം ചെയ്തു. അങ്ങനെ കടന്നു ചെന്നും മിസൈൽ കൺട്രോളിംഗ് സിസ്റ്റത്തിൽ, ഞാൻ ഇന്ത്യയിൽ ജോലി ചെയ്ത അതേ സിസ്റ്റത്തിൽ തന്നെ, അതേ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ റഷ്യയുടെ സിസ്റ്റമാണ്. പക്ഷെ ഞാൻ സൗദി അറേബ്യയിൽ പേട്രിയാറ്റിക്കിൻ്റെ കൺട്രോളിംഗ് സിസ്റ്റത്തിലേക്ക് വരുവാൻ ദൈവം എനിക്ക് ഭാഗ്യം ചെയ്തു. അതിൻ്റെ കൺട്രോളിംഗ് സിസ്റ്റത്തിൽ ജോലി ചെയ്യുവാൻ ദൈവം എനിക്ക് ഇടയാക്കി തീർത്തു. ഒരു ദിവസം എനിക്ക് അവിടെ നിന്ന് ട്രാൻസ്ഫറായി റിയാദിലേക്ക് കടന്നു വന്നു. ഒത്തിരി സാക്ഷ്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. റിയാദിൽ കടന്നു വന്നു. റിയാദിൽ നിന്ന് നേരെ ജിദ്ദയിലേക്ക് കടന്നുപോയി. റിയാദിലായിരിക്കുന്ന സമയത്ത്
ഞാൻ രണ്ടാമത് വിവാഹം കഴിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം ചെയ്തു. ഭാഗ്യം ചെയ്ത് ഇതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കർത്താവ്, ഇതുപോലെ പ്രതികൂലത്തിലൂടെ കടന്നുപോയ ഒരു പെൺകുട്ടിയെ നീ എനിക്ക് ഒരുക്കി തെരുമാറാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ കുഞ്ഞിനെ വളർത്താൻ ഇതുപോലെ ഈ കഷ്ടതയിലൂടെ കടന്നുപോയ ഒരു പെൺകുട്ടിയെ നീ എനിക്ക് തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗുജറാത്തിൽ അവളും അവിടെ ഹസ്ബൻഡും ഒരുമിച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഹസ്ബൻഡ് ഒരു കമ്പനിയുടെ സൂപ്പർവൈസർ ആയിരുന്നു. അദ്ദേഹം ഇലക്ട്രിക്കൽ ഫോർമാനായിട്ട് സൂപ്പർവൈസറല്ല, ഇലക്ട്രിക്കൽ ഫോർമാനായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് അവരുടെ ഒരു മിഷൻ ഗാന്ധിധാമിലേക്ക് കൊടുത്തുവിട്ടു. അതോടൊപ്പം താനും കടന്നുപോയി. അവിടെ ചെന്നു ആ മിഷൻ കൊണ്ടുവച്ചത് ഹൈ ടെൻഷൻ കേബിളിന്റെ മണ്ടയ്ക്കായിരുന്നു. സ്തോത്രം. സ്തോത്രം. കിട്ടുന്നുണ്ടോ? ഇടയ്ക്കൊന്ന് സ്റ്റോപ്പായി, സംസാരിച്ചു നോക്കി. സ്തോത്രം. കേൾക്കാമോ? കേൾക്കാം, ഇപ്പൊ കേൾക്കാം. കേൾക്കാൻ പറഞ്ഞു. സൗണ്ട് വരുന്നില്ല. വീഡിയോ ഇന്റർനെറ്റ് പോയതാ. നെറ്റിന്റെ ഒരു പ്രശ്നമുണ്ട്. പ്രാർത്ഥിക്കാം, ഉടനെ തിരിച്ചു വരും. നമുക്കിവിടെ ഒരു ക്യൂട്ട് ബേബിയെ കാണാം. ഹെബാസിന്റെ മോനാണല്ലോ. കുഞ്ഞിനെ കാണാൻ സാധിച്ചത് എല്ലാവർക്കും സന്തോഷമുണ്ട്. ഇങ്ങനെ കുഞ്ഞോടൊന്ന് പറഞ്ഞു കേട്ടതേ ഉള്ളൂ. കാണാനിടയാല് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തുടർച്ചയായിട്ട്. ഹായ്, ഹൗ ആർ യു മാൻ? I do to say Wawa today. Oh, great. ഫസ്റ്റ് ലൈൻ പോയെന്ന് തോന്നുന്നു കേട്ടോ. ചാർജ് തീർന്നാണോ? സ്തോത്രം, സ്തോത്രം. ഓക്കെ, കർത്താവിദാസൻ വരുന്നവരെ ഒരു വിഷയം പറയാൻ പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. നമുക്ക് കർത്താവിദാസൻ റെഡി? ആരും റെഡി? കിട്ടുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഓക്കെ. ഫോൺ മാറിയെന്തോ മറ്റേ. സ്തോത്രം. അങ്ങനെ ഞാന് അവളെ വിവാഹം കഴിപ്പാൻ ദൈവം എനിക്ക് ഇടയാക്കി തീർത്തു. അവള് ഒരുമിച്ച്, ഞാൻ പറഞ്ഞല്ലോ ആ വിവാഹത്തിന് മുമ്പേ അവള് ഗുജറാത്തിലായിരുന്നു. ഗുജറാത്തിലെ ഗാന്ധിധാമിലേക്ക് ഈ മിഷൻ വിട്ടിരുന്നു. ആ മിഷൻ കൊണ്ടുവച്ചത് ഹൈ ടെൻഷൻ കേബിളിന്റെ മണ്ടയ്ക്കായിരുന്നു. അദ്ദേഹം അതിന്റെ മേളിൽ നിന്ന് ഡ്രില്ല് ചെയ്ത സമയത്ത് ഹൈ കറണ്ട് കയറി വന്നു, അദ്ദേഹത്തെ അടിച്ചു. അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. അന്നേരപ്പോൾ അവൾ 6 മാസം ഗർഭിണിയായിട്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ അടക്കമെല്ലാം കഴിഞ്ഞ് നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്നതിന് ശേഷം അവര് ബോംബെയിൽ താനെയിലുള്ള ജൂപ്പിറ്റർ ഹോസ്പിറ്റലിൽ അവർക്ക് ജോലി ലഭിച്ചു. അങ്ങനെ ആ കുഞ്ഞിനോട് ഒരുമിച്ച് അവൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വിവാഹം നടക്കുവാൻ ദൈവം ഇടയാക്കി തീർത്തു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞങ്ങളുടെ കല്യാണത്തിന് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇരുന്ന് ഭക്ഷണം കഴിച്ചവരാണെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അങ്ങനെ ഒരു ഭാഗ്യം ദൈവം ഞങ്ങൾക്ക് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ദൈവം ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ കൂടെ ദൈവം ദാനമായി നൽകി തന്നു. 3 വയസ്സുള്ളപ്പോൾ 2 കുഞ്ഞുങ്ങളെ എനിക്ക് ലഭിച്ചു. 2 കുഞ്ഞുങ്ങളെയും 3-ാമത്തെ വയസ്സിലാണ് 2 കുഞ്ഞുങ്ങളെ ഒരുമിച്ച് കൊണ്ടുവന്നു. അവൾ അപ്പനെയും കണ്ടിട്ടില്ല, എൻ്റെ മോൻ അമ്മയും കണ്ടിട്ടില്ല. 2 പേരെ ഒരുമിച്ച് വളർത്താൻ ദൈവം എനിക്ക് ഭാഗ്യം ചെയ്തു. 2 പേരും ഇന്ന് +2 പഠിക്കുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ കൂടെ ദൈവം തന്നു. 3-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ജിദ്ദയിലേക്ക് കടന്നുപോയി. 2019 ജിദ്ദയിൽ ചെന്നു കഴിഞ്ഞ് ആദ്യം ഞാൻ പറഞ്ഞല്ലോ, വർഷങ്ങൾക്ക് മുമ്പേ കർത്താവിന്റെ ദാസൻ പറഞ്ഞ പ്രതികൂലങ്ങളിൽ കൂടെയുണ്ട്
എന്ന് പറഞ്ഞതായ സംഭവം. 19 ഞാൻ ജോലിക്കായി കടന്നുപോയി. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൊറോണയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് ബാക്ക് പെയിൻ ഉണ്ടാകാനിടയായി. ബാക്ക് പെയിൻ കൊണ്ടുപോയി എല്ലാവരും എന്നോട് പറഞ്ഞു കൊറോണ ആയിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ടെസ്റ്റുകൾ നടത്തി. എല്ലാം എനിക്ക് നെഗറ്റീവാണ്, ഒരു പ്രശ്നവുമില്ല. പക്ഷെ എനിക്ക് വേദന സഹിക്കാൻ വയ്യ. എന്നാൽ ഒരു ദിവസം ഞാൻ അൽ അബീർ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇത് പറഞ്ഞു, എനിക്ക് വേദന സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് ഹസൻ ഡോക്ടറെ ഇത് കാണിപ്പാനിടയായി. ഹസൻ ഡോക്ടർ നോക്കിയിട്ട് ഇപ്രകാരം പറഞ്ഞു, ജോമോന്റെ WBC ഹൈ ആണ്. ഇത് നമ്മൾ ചിന്തിക്കുന്നത് പോലെ അല്ല, ഹൈ ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 17,000 പോയിന്റ് കാണിക്കുന്നു. ഇത് ഉദ്ദേശിക്കുന്ന വകുപ്പല്ല. ജോമോന്റെ വീട്ടിൽ ആർക്കെങ്കിലും ക്യാൻസർ വന്നിട്ടുണ്ടോ എന്നോട് ചോദിക്കാനിടയായി. ഞാൻ പറഞ്ഞു ഇല്ല, എന്റെ വീട്ടിൽ ആർക്കും ക്യാൻസർ വന്നിട്ടില്ല എന്ന്. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു, എന്റെ അമ്മാച്ചൻ ക്യാൻസർ വന്നാണ് മരണപ്പെട്ടതെന്നുള്ളത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു. ഞാൻ ഉടനെ എന്റെ ഡോക്ടറോട് തന്നെ, ഹസൻ ഡോക്ടറോട് ഞാൻ ഇപ്രകാരം പറഞ്ഞു, ഡോക്ടറെ, എന്റെ അമ്മാച്ചൻ ഇങ്ങനെയാണ് മരണപ്പെട്ടു പോയത്. അദ്ദേഹത്തിന് ബ്ലഡ് ക്യാൻസർ ആയിരുന്നു മരണപ്പെട്ടു പോയെന്നു. ജോമോനെ ഒരു ഡൗട്ട് ഉണ്ട്, ശരിയാണെന്ന് എനിക്കൊരു അറിയത്തില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ, ഞാൻ ഇതുപോലെ ജോലി ചെയ്തത് കെമിക്കൽസ് ഡിപ്പാർട്ട്മെന്റിലാണ്. ചിലപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് അതാകാനാണ് ചാൻസ് കൂടുതലും എന്ന് ഞാൻ പറയാനിടയായി. എന്നാൽ കേൾക്കാമോ, 2019 അവസാന സ്റ്റെപ്പിൽ എനിക്ക് പ്രയാസം കൂടുതലായി ഉണ്ടാകാനിടയായി. ഞാൻ അവിടെ നിന്ന് ഈ ഹസൻ ഡോക്ടർ എടുത്ത് ചെയ്യുന്നു. ഹസൻ ഡോക്ടർ വീണ്ടും എന്നോട് പറഞ്ഞു, ജോമോൻ ഒരു കാര്യം ചെയ്യും, യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ, കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ ജോമോൻ അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അഡ്മിഷൻ എടുക്കുന്നതിന് കുഴപ്പമില്ല, അഡ്മിഷനൊക്കെ കിട്ടും എന്ന് പറഞ്ഞപ്പം പെട്ടെന്ന് തന്നെ എനിക്ക് അഡ്മിഷൻ ലഭിച്ചു. ഞാൻ അവിടെ കടന്നു ചെന്നപ്പോൾ ഒമർ അയ്യൂബി എന്ന് പറയുന്ന ഡോക്ടറും ആമിന അൽനാസി എന്ന് പറയുന്ന ഡോക്ടറും, ഇവർ രണ്ടുപേര് നോക്കിയിട്ട് ഇപ്രകാരം പറഞ്ഞു, ജോമോന്റെ ബോൺമാരോ ചെയ്യണം, ബോൺമാരോയ്ക്ക് വില്ലിങ് ആണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, ഞാനൊരു ബോൺമാരോയും ചെയ്യുന്നില്ല, ഒന്നുമില്ല. ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ചാടി വീട്ടിൽ പോന്നു. വീട്ടിൽ പോന്ന് ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് മുഖം കഴുകാൻ കൈ ഇങ്ങനെ എടുത്തപ്പോ കയ്യെ മുഴുവനും ബ്ലഡ്. എനിക്ക് മനസ്സിലായി എന്റെ മൂക്കിൽ കൂടെ ബ്ലഡ് വരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഉടനെ ഞാൻ ബ്രഷ് ചെയ്യാനായിട്ട്, അത് മൂക്കിന്റെ എന്തെങ്കിലും പ്രോബ്ലം കൊണ്ട് ബ്ലഡ് വന്നതായിരിക്കുമെന്നുള്ള വിചാരം എനിക്കുണ്ടായി. ഞാൻ ബ്രഷ് ചെയ്യാനായിട്ട് ബ്രഷ് എടുത്തു. ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പല്ലിന്റെ ഇടയിൽ നിന്ന് ബ്ലഡ് വരുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. പെട്ടെന്ന് ഞാൻ വൈഫിനെ വിളിച്ചിട്ട് ഞാൻ ഇപ്രകാരം പറഞ്ഞു, ഇടി, എന്റെ പല്ലിന്റെ ഇടയിൽ നിന്നും മൂക്കിൽ കൂടെയും ബ്ലഡ് വരുന്നു. ഉടനെ അവൾ ഓൺകോളജി ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തിട്ടുണ്ട്. അവൾ ഉടനെ പറഞ്ഞു, അച്ചാച്ചാ, ഇടത്തെ കൈ ചെവിക്കകത്ത് ഇട്ടിട്ട് ഒന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞു. ഞാൻ ചെവിക്കകത്ത് എടുത്തു കഴിഞ്ഞപ്പോ നോക്കുന്ന ഉടനെ കാണുവാനിടയായി കയ്യിൽ ബ്ലഡ് ഉണ്ടെന്നുള്ളത് മനസ്സിലായി. ഞാൻ ഉടനെ അവളോട് പറഞ്ഞു, ഇന്ന പോലെ ഉണ്ടെന്ന് പറഞ്ഞു. അച്ചാച്ചാ, ഇനി അവിടെ നിൽക്കരുത്, പെട്ടെന്ന് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ പെട്ടെന്ന് പൊക്കോ എന്ന് പറയുകയും ഞാൻ ഓടി. അപ്പം എന്റെ സഭയിലുള്ള മറ്റ് ദൈവദാസന്മാരായിട്ടുള്ള ദൈവമക്കളായിട്ടുള്ള ജിദ്ദയിലുള്ള ബിജു ബിയർദ എന്ന് പറയുന്ന ബ്രദറുണ്ട്. ബ്രദറിനെ ഞാൻ വിളിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, ബ്രദറെ, ഇന്നപോലൊരു പ്രയാസമുണ്ട് എന്ന് പറഞ്ഞു. ബ്രദർ ഓടി വരുന്നതിന് മുമ്പേ ഞാൻ വണ്ടിയും എടുത്തുകൊണ്ട് ഞാൻ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ ചെന്നു. ER-നകത്തോട്ട് കയറി ചെല്ലുകയും ഞാൻ അവിടെ തന്നെ വീണ് പെട്ടെന്ന് തന്നെ അവരെന്നെ മെഡിക്കൽ ICUലേക്ക് ആക്കി. മെഡിക്കൽ ICUവിൽ ചെക്കപ്പ് നടത്തി കാര്യങ്ങൾ ചെയ്ത് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ ബോൺമാരോ ചെയ്ത് കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് വന്നപ്പോൾ ലിംബോപ്ലാസ്റ്റിക് ലുക്കീമിയ എന്നെ ബാധിച്ചിട്ടുണ്ടെന്ന് അറിയുവാൻ ഇടയായി. രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കയറി എന്നുള്ളതും എനിക്കറിയുവാൻ ഇടയായി തീർന്നു. ഞാൻ ഓരോ ദിവസവും ക്ഷീണിതനായി, എന്റെ ബോഡി എല്ലാം വീക്കായി, എനിക്ക് മുന്നോട്ട് പോകാൻ എടുത്ത് കാലുകൾ വെക്കാൻ പറ്റാത്ത അവസ്ഥകളായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 2022 ഡിസംബർ മാസം 28-ാം തീയതി രാത്രി 2:30 സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ നല്ല ക്ഷീണിതനായതുകൊണ്ട് ഞാൻ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ രാത്രി 2:30 ദൈവം തമ്പുരാൻ എന്നെ അത്ഭുതകരമായി വിടുവിച്ചു. എന്റെ പിറ്റേ 31-ാം തീയതി, ഡിസംബർ മാസം 31-ാം തീയതി എന്റെ കീമോയുടെ ഡേറ്റിന് വേണ്ടി ഞാൻ പോകാനായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്ത് 31-ാം തീയതി ഈ ഹോസ്പിറ്റലിൽ ഞാൻ
വന്ന് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ടൈമിൽ ഡോക്ടർ എന്നോട് പറഞ്ഞു, ജോമോനെ പാത്തോളജി ഡിപ്പാർട്ട്മെന്റിൽ പോയി ബ്ലഡ് എല്ലാം കൊടുക്കാൻ പറഞ്ഞു. ബ്ലഡ് എല്ലാം കൊടുത്തു. ഓങ്കോളജി ടെസ്റ്റിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തു. എല്ലാം കഴിഞ്ഞ് റിസൾട്ട് കഴിഞ്ഞ് ഞാൻ തിരിച്ചു കയറി വരുമ്പോൾ ഈ ഉമർ അയ്യൂബി എന്ന് പറയുന്ന ഡോക്ടർ, അന്ന് ഹെഡാണ്, അദ്ദേഹമാണ് ഹെഡ്. അദ്ദേഹം ഇത് നോക്കിയിട്ട് പെട്ടെന്ന് എന്നോട് ഇപ്രകാരം പറയുകയാണ്, ജോമോൻ ഈ ഇടയ്ക്ക് എവിടെങ്കിലും ചികിത്സയ്ക്കായിട്ട് പോയോ? ഞാൻ പറഞ്ഞില്ല, ഞാനെങ്ങും പോയിട്ടില്ല. ഉടനെ അദ്ദേഹം അറബിയിൽ എന്നോട് പറഞ്ഞു, ഇന്ത ഗൽത്താൻ എന്ന് പറഞ്ഞു, ഞാൻ കള്ളനാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അയിനാ നീ അങ്ങനെ എന്നോട് പറയാൻ കാരണം? ഉടനെ അദ്ദേഹം എന്നോട് മോണിറ്റർ തിരിച്ചു വെച്ചിട്ട് എന്നോട് ഇപ്രകാരം പറഞ്ഞു, 17,000 പോയിന്റ് ഉണ്ടായിരുന്ന നിന്റെ WBC 12,000 പോയിന്റിലേക്ക് വരാൻ കാരണമായി തീർന്ന സംഭവം എന്താണെന്ന് അറിയണം. നീ പറയുന്നത് പോലൊന്നുമല്ല, അങ്ങനൊന്നും വരാൻ പറ്റത്തില്ല. കാരണം നിനക്ക് ബ്ലീഡിങ് ഉണ്ടായവനാ. മറ്റ് പല ടാബ്ലറ്റുകളും ബ്ലീഡിങ്ങിനെതിരായിട്ട് നീ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എന്താണിതെന്നുള്ളത് നീ പറയണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല. ഉടനെ ഇവൻ എന്നോട് പറഞ്ഞു, നിന്റെ പാസ്പോർട്ട് എനിക്ക് കാണണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ പാസ്പോർട്ടും കാണണ്ട, ഒന്നും കാണണ്ട, എനിക്കൊരു കുഴപ്പമില്ല എന്ന് ഞാൻ പറയുകയും ചെയ്തു. അല്ല, നീ അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, ഇവിടെ നിന്ന് വെളിയിൽ ഇറങ്ങണമെങ്കിൽ ഞാൻ പറയണം, പാസ്പോർട്ട് ഇവിടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അന്നേരം തന്നെ എന്റെ വണ്ടിക്കകത്ത് പാസ്പോർട്ട് ഉണ്ട്. ഞാൻ ഓടിപ്പോയി പാസ്പോർട്ട് എടുത്ത് കൊണ്ടുവന്ന് അദ്ദേഹത്തെ കാണിച്ചു. അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു, നിന്റെ പാസ്പോർട്ടിനകത്ത് ബഹറിന്റെ വിസ അടിച്ചിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, എന്റെ വൈഫ് ബഹറില. അതുപോലെ നീ വേറെ എവിടെയൊക്കെയോ ചികിത്സയ്ക്ക് പോയി? ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ എങ്ങും പോയിട്ടില്ല. അദ്ദേഹം നോക്കിയിട്ട് എന്നോട് ഇപ്രകാരം പറഞ്ഞു, എന്താണ് സംഭവിച്ചത്? ഞാൻ പറഞ്ഞു, എന്റെ ദൈവം എന്നെ കഴിഞ്ഞ രാത്രിയിൽ അത്ഭുതകരമായി വിടുവിച്ചു. 28-ാം തീയതി രാത്രി ദൈവം എന്നെ അത്ഭുതകരമായി വിടുവിച്ചു. മാന്തേപ്പ് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ അത്ര വിശ്വസിക്കത്തൊന്നുമില്ല, നീ എങ്ങോ പോയി ചികിത്സകളൊക്കെ കഴിഞ്ഞേച്ച് വന്നേച്ച് പറയാ ഇതാണെന്ന്. എടാ, മാത്രമല്ല നിന്റെ ലിംബോപ്ലാസ്റ്റിക് ലുക്കീമിയായ ഈ രോഗം അങ്ങനെ മാറുമെന്ന് നീ വിചാരിക്കുന്നോ എന്നോട് പറയാനിടയായി. ഞാൻ ഉടനെ പറഞ്ഞു, എന്റെ ദൈവം എന്നെ വിടുവിച്ചാൽ ഈ ലോകത്തിലെ ഒരു വ്യക്തികൾക്കും അത് മാറത്തില്ലെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ അദ്ദേഹം എന്നെ കൊണ്ടുവന്ന് ഒരു 10 ഡോക്ടർമാര് നിൽക്കുന്നിടത്ത് കൊണ്ട് തന്നെ നിർത്തിയിട്ട് എന്റെ നഖം മുതൽ പല്ല് വരെ ഫുള്ളായിട്ട് ഇവര് ടെസ്റ്റിനിട്ടു. ലാസ്റ്റിൽ എല്ലാം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു വെളിയിൽ ഇറക്കി വെച്ച് പറഞ്ഞു, അള്ളാഹ് കരീം, ദൈവം വിടുവിച്ചതാണ് എന്ന് പറഞ്ഞ് ആ ഡോക്ടർമാരുടെ മുന്നിൽ നിർത്തിക്കൊണ്ട് എന്നോട് പറയാനിടയായി. ഞാൻ ജീവനം കൊണ്ട് അവിടുന്ന് സ്ഥലം വിട്ടു. വീട്ടിൽ വന്നിട്ട് ഞാൻ ഇങ്ങനെ ദൈവത്തോട് പറയാനിടയായി, കർത്താവേ, നീ എന്നെ വിടുവിച്ചതിനായി സ്തോത്രം. അന്ന് മുതല് ഞാൻ ദൈവത്തോടൊരു കാര്യം ഞാൻ തെരഞ്ഞെടുത്ത ഒരു വിഷയം, കർത്താവേ, ഞാൻ അങ്ങയുടെ മുമ്പിൽ വീമ്പ് പറയത്തില്ല. ഞാൻ എടുത്ത ആദ്യത്തെ സ്റ്റെപ്പാ, ദൈവമേ, നിന്റെ മുമ്പിൽ ഞാൻ വീമ്പ് പറയത്തില്ല. ദൈവവചനവുമായി നിൽക്കുമ്പോൾ ഞാൻ വീമ്പ് പറയില്ല. ദൈവവചനം മാത്രം സംസാരിപ്പാൻ നീ എന്നെ ഇടയാക്കി തീർക്കണേ. ഞാൻ എത്ര പോസ്റ്റ് വഹിച്ചെന്നോ, ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നോ പറയാനിടയാകാതെ ദൈവമേ, ദൈവവചനം മാത്രം എനിക്ക് സംസാരിപ്പാൻ നീ എന്നെ ഇടയാക്കി തീർക്കണേ എന്ന് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അന്ന് മുതൽ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കാൻ ദൈവം എനിക്ക് ഇടയാക്കി തീർത്തു. ഞാൻ പറഞ്ഞല്ലോ, എന്റെ സാക്ഷ്യം മാത്രമേ ഞാൻ ഇവിടെ പറഞ്ഞുള്ളൂ, മറ്റൊന്നും പറയാൻ എനിക്ക് ടൈം കിട്ടിയിട്ടില്ല. എങ്കിൽ തന്നെയും ഞാനൊരു വലിയൊരു സാക്ഷ്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇറക്കി വെച്ചാണ് പറയുന്നത്. പലപ്പോഴും ഗാസും പാസ്റ്റർ എന്നോട് പറയും, പലയിടത്തും വെച്ച് ഇത് പറയണമെന്നൊക്കെ പറയാറുണ്ടെങ്കിലും ഞാൻ ഇപ്രകാരം പറയാറുണ്ട്, ഞാൻ പറയത്തില്ല, ആരോടും ഞാൻ പറയത്തില്ല. ആർക്കും അത്രമാത്രം വിശ്വസിക്കാൻ പോലും പ്രയാസമുള്ള സംഭവമാണ്. എന്നാൽ എന്റെ ദൈവം എന്നെ വിടുവിച്ച വിധങ്ങളെക്കാട്ടിലും അപ്പുറമായി ദൈവവചനത്തെ കുറിച്ച് വളരെ വ്യക്തമായി പറയണമെന്നുള്ളതായി ആഗ്രഹമേ എനിക്ക് ഇന്നുള്ളൂ. സ്തോത്രം. ഏറ്റവും കൂടുതൽ ദൈവവചനത്തെ കുറിച്ച് പറയണം. ഏറ്റവും കൂടുതൽ ദൈവത്തിന്റെ ആത്മാവ് ദാനിയേൽ പ്രവചനം, വെളിപ്പാട് പുസ്തകം, ഇത്യാദി വിഷയങ്ങളെ കുറിച്ച് ക്ലാസ്സുകൾ എടുപ്പാനും മാത്രമല്ല ദൈവവചനത്തെ കുറിച്ച് അഗാധമായി പഠിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഇടയാക്കി തീർക്കുന്നതിന് കാരണമായി തീർന്നു. അന്ന് രാത്രി ദൈവം എന്നെ പ്രവചന ശുശ്രൂഷയാൽ നിറച്ചു. കണ്ടിട്ടില്ലാത്ത ദേശങ്ങളിലൊക്കെ കടന്നുപോയി ദൈവവചനവുമായി നിൽപ്പാൻ ദൈവം എനിക്ക് ഇടയാക്കി തീർത്തു. ഞാൻ പോലും അറിയാത്ത ആൾക്കാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പ്രാർത്ഥിപ്പാനിടയായി. അനേകർക്ക് സൗഖ്യം കിട്ടുവാനിടയായി. ഭൂതങ്ങൾ ഇളകി മാറുന്നത് കാണുവാനിടയായി തീർന്നു. ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മയും സ്വാധീനം ചെയ്യുന്ന ദൈവമാണ്. മർത്യമായത് അമർത്യത്തെ ധരിക്കുമ്പോൾ നാം ഇവിടെ നിന്ന് കടന്നു പോകേണ്ട വ്യക്തിത്വങ്ങളാണെന്നുള്ളതായ ബോധ്യത്തോടെ ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം നമ്മെ എല്ലാവരും ഇടയാക്കി തീർക്കട്ടെ. ഇന്ന് ഈ രാത്രിയിൽ ദൈവവചനത്തിന് മുമ്പാകെ നാം ആയിരിക്കുമ്പോൾ
ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതും ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമഞ്ഞുകളെ വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവനങ്ങളെയും വിവേചിക്കുന്നതുമായ ദൈവത്തിന്റെ വചനം ഒരു മനുഷ്യനും അല്ലെങ്കിൽ ചിന്തിക്കുന്നതിനെക്കാട്ടിലും അപ്പുറമായി രൂപാന്തരം വരുത്തുവാൻ കഴിയുന്ന ദൈവത്തിന്റെ വചനം. ആ വചനം ഇന്നും ജീവിക്കുന്നതാണ്. ആ വചനത്തിന്റെ ശക്തിയെ ഒടുക്കി വെക്കുവാൻ ഈ ലോകത്തില് ഒരു വ്യക്തിക്കും കഴിയത്തില്ല. ആ വചനം നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന വചനത്തിനു മുമ്പാകെയാണ് നാം ആയിരിക്കുന്നത്. സൗദി അറേബ്യയിൽ നിന്ന് ഈ ദേശത്ത് ഞാൻ കടന്നു വന്നു. പല മേഖലകളിൽ കടന്നു പോകുവാൻ ദൈവം ഇടയാക്കി തീർത്തു. ഫിലദൽഫിയ മുതൽ ന്യൂയോർക്ക് വരെ മറ്റിടങ്ങളിലൊക്കെ കടന്നുപോയി. ദൈവത്തിന്റെ വചനമൊക്കെ നിൽപ്പാൻ ദൈവം എന്നെ ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ നാട്ടിൽ പലയിടങ്ങളിലും കടന്നു വന്നു. പ്രിയ സുസമ ആന്റി അമ്മച്ചിയുടെ ചർച്ചിൽ ദൈവവചനവുമായി നിൽപ്പാനൊക്കെ ദൈവം ഇടയാക്കി. ദൈവം ഇത്രത്തോളം നടത്തുന്ന എല്ലാ കൃപകൾക്കുമായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുക. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ എന്റെ സാക്ഷ്യം മാത്രമേ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇറക്കി വെക്കുവാൻ എനിക്ക് ടൈം കിട്ടിയിട്ടുള്ളൂ. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഒരു സമയം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസന്മാരോടും ദൈവമക്കളോടുമുള്ള നന്ദിയെ രേഖപ്പെടുത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.